നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുരക്ഷ ഡയഗ്നോസ്റ്റിക്സ് എന്ന കമ്പനിയുടെ IPO വിശേഷമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഡയഗ്നോസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ തന്നെ മലയാളികളെ സംബന്ധിച്ച് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു പേരാണ്. നമ്മളുടെ നാട്ടിൽ ധാരാളം ഡയഗ്നോസ്റ്റിക് സെൻറ്റേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രവർത്തനം എന്താണെന്ന് പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. എങ്കിലും ക്ലിനിക്കൽ ടെസ്റ്റിങ്ങും ഡയഗ്നോസ്റ്റിക് സൊല്യൂഷൻസും മെഡിക്കൽ കൺസൾട്ടിങ് സർവീസസും എല്ലാമാണ് ഈ ഡയഗ്നോസ്റ്റിക് സെൻറ്റർ സുരക്ഷ എന്ന പേരിലുള്ള ഈ കമ്പനിയുടെ പ്രധാന പ്രവർത്തനം. ഇതിൻ്റെ IPO നവംബർ 29 മുതൽ ഡിസംബർ 3 വരെ ആയിരിക്കും നീണ്ടു നിൽക്കുക. ഇത് പൂർണ്ണമായിട്ടും ഓഫർ ഫോർ സെയിലായിട്ടുള്ളൊരു ഇഷ്യൂ ആണ്. 846.25 കോടി രൂപയാണ് ഈ കൽക്കട്ട ബേസ്ഡ് ആയിട്ടുള്ള പശ്ചിമ ബംഗാൾ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഈ കമ്പനി നടത്തുന്നത്. എന്തായാലും നമുക്ക് സുരക്ഷ ഡയഗ്നോസ്റ്റിക്സ് എന്ന് പറയുന്ന ഈ കമ്പനിയുടെ IPO വിശേഷത്തിലേക്ക് ഒന്ന് കടക്കാം. സുരക്ഷ ക്ലിനിക് ആൻഡ് ഡയഗ്നോസ്റ്റിക്സിന് പ്രധാനമായിട്ടൊരു വലിയ സെൻട്രൽ റഫറൻസ് ലബോറട്ടറിയാണുള്ളത്. അവർ അമേരിക്കയുടെ കോളേജ് ഓഫ് അമേരിക്കൻ പാത്തോളജിസ്റ്റിൻ്റെ അക്രഡിറ്റേഷനൊക്കെ ഉള്ള ഒരു സ്ഥാപനമാണിത്. അതായത് ഹൈ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന, ക്വാളിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ലബോറട്ടറിയാണ് അവരുടെ സെൻട്രൽ റഫറൻസ് ലബോറട്ടറി എന്ന് പറയുമ്പോഴത്തേക്ക്. അതിന് 8 സാറ്റലൈറ്റ് ലബോറട്ടറീസ് കൂടിയുണ്ട്. അതായത് 215 കസ്റ്റമർ ടച്ച് പോയിൻറ്റ്സ്, അതായത് 49 ഡയഗ്നോസ്റ്റിക് സെൻറ്റേഴ്സും 166 സാമ്പിൾ കളക്ഷൻ സെൻറ്റേഴ്സും കൂടി ചേർന്നതാണത്. അവരുടെ പ്രധാന പ്രവർത്തന മേഖല എന്ന് പറയുമ്പോഴത്തേക്കും വെസ്റ്റ് ബംഗാൾ കൂടാതെ ബീഹാർ, ആസാം, മേഘാലയ എന്നീ സംസ്ഥാനങ്ങളിൽ കൂടി വ്യാപിച്ചു കിടക്കുന്ന ഒരു പ്രവർത്തന മേഖലയാണ് സുരക്ഷയ്ക്കുള്ളത്. സുരക്ഷയ്ക്ക് 1500-ലധികം പെർമനൻ്റ് എംപ്ലോയീസും അതുപോലെ തന്നെ കോൺട്രാക്ട് എംപ്ലോയീസും ഉണ്ട്. 23 ലബോറട്ടറി ഡോക്ടേഴ്സ്, 255 റേഡിയോളജിസ്റ്റുകൾ, അതർ റിപ്പോർട്ടിംഗ് ഡോക്ടേഴ്സ്, പിന്നെ ഒരു 529 ടെക്നിക്കൽ സ്റ്റാഫ്. ഇതെല്ലാം അവരുടെ വിദഗ്ധ ലിസ്റ്റിൽപ്പെടുന്ന ആൾക്കാരാണ്. പിന്നെ കൂടാതെ ഈ ലബോറട്ടറീസ് എല്ലാം മാനേജ് ചെയ്യുന്നത് വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള സയൻറ്റിഫിക് സ്റ്റാഫാണ്. അത് മാത്രമല്ല അവരുടെ സൂപ്പർവിഷൻ ആണെങ്കിൽ പാത്തോളജിസ്റ്റുകൾ, സ്പെഷ്യലൈസേഷനുള്ള ആ റെലവൻറ്റ് ഫീൽഡിൽ സ്പെഷ്യലൈസേഷനുള്ള ആളുകളുമാണ്. സുരക്ഷ ഡയഗ്നോസ്റ്റിക്സിൽ ഏതാണ്ട് 2300ഓളം വിവിധ തരത്തിലുള്ള ടെസ്റ്റുകൾ നടത്താനുള്ള സംവിധാനമുണ്ട്. അതായത് നമുക്കറിയാവുന്ന പോലെ തന്നെ ബയോ കെമിസ്ട്രി, ഹീമറ്റോളജി, അതുപോലെ ഹിസ്റ്റോപാത്തോളജി, മോളിക്കുലർ പാത്തോളജി, പിന്നെ എക്സ്റേസ്, അൾട്രാസോണോഗ്രാഫി, CT സ്കാനുകൾ, അങ്ങനെ വിവിധ തരത്തിലുള്ള ടെസ്റ്റുകൾ നടത്താനുള്ള സംവിധാനങ്ങൾ ഈ ഡയഗ്നോസ്റ്റിക് സെൻറ്ററിലുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ കമ്പനിക്ക് 24 CT മെഷീനുകളും 13 MRI മെഷീൻസും സ്വന്തമായുണ്ട് എന്നുള്ളതാണ്. 2022-നും 2024-നും ഇടയിലുള്ള സാമ്പത്തിക കാലഘട്ടത്തിൽ കമ്പനി 20.87% CAGR അല്ലെങ്കിൽ കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് ആണ് റവന്യൂയുടെ കാര്യത്തിൽ നേടിയിട്ടുള്ളത്. 2024-ലെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 43ഓളം വരുന്ന അവരുടെ ഡയഗ്നോസ്റ്റിക് സെൻറ്ററിൽ 120 പോളി ക്ലിനിക്കൽ ചേംബേഴ്സ് പ്രവർത്തിക്കുകയും അതിൽ 750ഓളം ഡോക്ടർമാർ രോഗികളെ പരിശോധിക്കുകയും അവർക്ക് വേണ്ട സേവനങ്ങൾ നൽകുകയും ചെയ്തതായിട്ട് കമ്പനി അവകാശപ്പെടുന്നുണ്ട്. പ്രധാന പ്രൊമോട്ടർമാർ ഡോക്ടർ സോംനാഥ് ചാറ്റർജിയാണ് ഈ ചിത്രത്തിൽ കാണുന്ന വ്യക്തി. പിന്നെ മിസ് ഋതു മിത്തലും സതീഷ് കുമാർ വർമ്മയും. ഇവരുടെ കൈവശം ഇഷ്യൂവിന് മുമ്പ് 61.07% ഓഹരികളാണുള്ളത്. ഇനി കമ്പനിയുടെ ലിസ്റ്റഡ് പിയർ കമ്പനികളും അതിൻ്റെ PE റേഷ്യോ നമുക്കൊന്ന് നോക്കാം. സുരക്ഷയുടെ നമുക്കറിയാം 94.81 PE റേഷ്യോ. പിന്നെ ലാൽ പാത്ത് ലാബ് 77.08, മെട്രോപോളിസ് ഹെൽത്ത് കെയർ 89.61, തൈറോ കെയർ 65.52, പിന്നെ വിജയ ഡയഗ്നോസ്റ്റിക്സ് ആണ് 86.4 അവരുടെ PE റേഷ്യോ. ഇനി മറ്റ് കീ പോയിന്റ്സിലേക്ക് വരികയാണ്. EPS 4.43, PE റേഷ്യോ 94.81, റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് 14.09, NAV 33.66 എന്നിങ്ങനെയാണ് കാണുന്നത്. ഇനി നമുക്ക് ഫിനാൻഷ്യൽ സൈഡ് പരിശോധിക്കുകയാണ്. റവന്യൂ 2022-ൽ 225.77 കോടി രൂപയാണ്.
കമ്പനിയുടെ റവന്യൂ. 23 ആയപ്പോൾ 193.69 മാറിയിട്ടുണ്ട്, താന്നിട്ടുണ്ട്. പിന്നെ 2024 ആയപ്പോഴത്തേക്ക് 222.26 എന്നുള്ള നിലയിലേക്ക് വളരെ അധികം ഉയർന്നിട്ടുണ്ട്. ഇനി അടുത്ത കോളത്തിൽ കാണുന്നത് Q1-ലെയാണ്. 2025 61.85 കോടി. ഇനി നെറ്റ് ഇൻകം പരിശോധിക്കുകയാണെങ്കിൽ 2022 20.82 23 6.07 കോടിയായിട്ട് അത് മാറി, അത് താഴ്ന്നിട്ടുണ്ട് അറ്റാദായം. 2024 23.13 കോടി രൂപയായിട്ട് വർദ്ധിച്ചു. പിന്നെ Q1 7.67 കോടി രൂപയാണ് ഇതുവരെ 2025 കണക്ക്. അതായത് 2023 കാലഘട്ടത്തിൽ കമ്പനിക്ക് ഒരു താഴ്ച സംഭവിച്ചിട്ടുണ്ട്. അതായത് 2022 കമ്പനി വളരെയധികം വികസനങ്ങൾ, ഒരുപാട് അവരുടെ സെൻറ്റേഴ്സ് പുതിയതായിട്ട് ആരംഭിക്കുകയും എന്നാൽ അവിടുന്ന് പെട്ടെന്ന് അവരുടെ ഒരു റവന്യൂ ജനറേഷൻ അവിടെ വല്ലാതെ കുറഞ്ഞു പോവുകയൊക്കെ ചെയ്തിട്ടുള്ള പുതിയ സെൻറ്ററുകൾ ആരംഭിച്ചതിൻ്റെ ഒരു പ്രശ്നമാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. എന്നാൽ ടോട്ടൽ 2023 നിന്ന് 24 വരികയാണെങ്കിൽ റവന്യൂവിൽ വളരെയധികം മെച്ചമായി, ഏകദേശം ഒരു 15% അടുത്ത് വർധനവാണ് കാണുന്നത് റവന്യൂവിൽ. എന്നാൽ അറ്റാദായം നോക്കുകയാണെങ്കിൽ 2023 നിന്ന് 24 വരുമ്പോഴത്തേക്ക് 281%-ലധികമാണ് വർധനവ് കമ്പനി സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോൾ വളരെ ആശാവഹമായിട്ടുള്ളൊരു നേട്ടത്തിലേക്കാണ് കമ്പനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി സുരക്ഷയുടെ IPO നമുക്ക് ഒറ്റ നോട്ടത്തിലൊന്ന് പരിശോധിക്കാം. നവംബർ 29 മുതൽ ഡിസംബർ 3 വരെയാണ് ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് ബാൻഡ് എന്ന് പറയുമ്പോൾ 420 രൂപ മുതൽ 441 രൂപ വരെയാണ്. ഫ്രഷ് ഓഹരികൾ ഒന്നും തന്നെയില്ല, എല്ലാം ഓഫർ ഫോർ സെയിലാണ്. ഏകദേശം 1.91 കോടി ഓഹരികളാണ് ഇത്തരത്തിൽ വിറ്റഴിക്കപ്പെടുന്നത്. 441 ഇതിൻ്റെ അപ്പർ പ്രൈസ് വന്നിരിക്കുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ 846.25 കോടി രൂപയ്ക്കുള്ളതാണ് ഓഫർ ഫോർ സെയിൽ, അല്ലെങ്കിൽ ടോട്ടൽ ഇഷ്യൂ സൈസ് എന്ന് പറയുമ്പോൾ. മിനിമം ഒരു റീറ്റെയിലർ അപ്ലൈ ചെയ്യേണ്ടത് 34 ഓഹരിയാണ്. 35% ഓഹരികളാണ് റീറ്റെയിലേഴ്സിന് കൊടുക്കുന്നത്. 34 ആണ് നമ്പർ ഒരു ലോട്ട് എന്ന് പറയുമ്പോൾ. അങ്ങനെ 13 ലോട്ട് വരെ റീറ്റെയിലേഴ്സിന് അപ്ലൈ ചെയ്യാം. HNIസിനാണെങ്കിൽ 67 ലോട്ട് വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. 50% ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കൊടുക്കുന്നത്, 15% നോൺ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ HNIസിന് കൊടുക്കുന്നതും. ഫേസ് വാല്യൂ 2 രൂപയാണ്. പിന്നെ ഇത് ലിസ്റ്റിംഗ് NSEയിലും BSEയിലും ഉണ്ട്. അലോട്ട്മെൻറ്റ് വരുന്നത് മിക്കവാറും ഡിസംബർ 4 ആയിരിക്കും. ഇതിൻ്റെ ലിസ്റ്റിംഗ് ഡിസംബർ 6 ആയിരിക്കും. ഇനി ഇതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ലീഡ് മാനേജേഴ്സ് നുവാമ വെൽത്ത് മാനേജ്മെൻറ്റ്, ICICI സെക്യൂരിറ്റീസ്, SBI ക്യാപിറ്റൽ, ഇവരൊക്കെയാണ്. ഇതിൻ്റെ രജിസ്ട്രാർ KFin ടെക്നോളജീസുമാണ്. ഇനി ഇത് വാങ്ങണോ വേണ്ടിയോ എന്നൊക്കെ ആലോചിക്കുന്നവരോട് പറയാനുള്ളത്, ഇതൊരു ഫുള്ളി പ്രൈസ്ഡ് ആയിട്ടുള്ള ഓഹരിയായിട്ടാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് ഇഷ്യൂ കഴിയുമ്പോഴത്തേക്ക് 2296.76 കോടി രൂപയ്ക്കുള്ളതായിരിക്കും. പിന്നെ ഇവരുടെ ഫ്യൂച്ചർ പ്ലാനുകളെല്ലാം തന്നെ വളരെ മികച്ചതാണ്. എന്തായാലും വലിയ ഒരു ഫ്യൂച്ചറാണ് കമ്പനിക്ക് കാണുന്നത്. പിന്നെ 2023 നിന്ന് 24 വരുമ്പോഴത്തേക്ക് അതിൻ്റെ ടോപ്പ് ലൈനും ബോട്ടം ലൈനിലും നല്ല ഒരു വളർച്ച കാണുന്നുണ്ട്. അതുകൊണ്ട് ഒരു ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ബെറ്റാണ് ഇതെന്ന് പറയാൻ പറ്റും. എന്നാൽ ഷോർട്ട് ടൈം ഇൻവെസ്റ്റേഴ്സ് വേണമെങ്കിൽ ഇതിൽ നിന്ന് വിട്ടു നിൽക്കാവുന്നതേ ഉള്ളൂ എന്നാണ് വ്യക്തിപരമായിട്ട് എൻ്റെ ഒരു അഭിപ്രായം. സുരക്ഷ ഡയഗ്നോസ്റ്റിക്സിൻ്റെ IPO വിശേഷം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. അതോടൊപ്പം തന്നെ വീഡിയോ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുക. കമൻറ്റുകൾ ഇടാനും മടിക്കണ്ട. നമുക്ക് മറ്റൊരു IPO വിശേഷമായിട്ട് ഉടൻ തന്നെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.